ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് നല്ലൊരു കോഫിയുടെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റോട് കൂടിയുള്ള ഒരു കോഫിയുടെ റെസിപ്പിയാണെന്ന് കാണിക്കുന്നത്. ഒരു വെറൈറ്റി ടൈപ്പിലുള്ള കോഫിയുടെ റെസിപ്പിയും കൂടിയാണിത് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കണം നോക്കാം. അപ്പോൾ അതിന് മുന്നേ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കണ്ടേക്കണേ. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കണം നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആദ്യം ഒരു 2 ടേബിൾ സ്പൂൺ കോഫി പൗഡർ ചേർത്ത് കൊടുക്കാം. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കോഫി പൗഡർ തന്നെ ചേർത്ത് കൊടുക്കണേ. ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണും പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടിക്കാത്ത പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂണും ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതും ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്യണ സമയത്ത് ഇപ്പോൾ ഇതിൻ്റെ ഒരു കളർ നല്ല ഡാർക്ക് കളറാണല്ലോ. അപ്പോൾ നമുക്കിതൊന്ന് ലൈറ്റ് കളറൊന്നും ആവും. അപ്പോൾ അതുവരെയ്ക്ക് നമുക്കിത് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ പഞ്ചസാരയൊക്കെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മെൽറ്റ് ആവും. പഞ്ചസാര മെൽറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ലൈറ്റ് കളറാവണം. ആ ഒരു ടെക്സ്ചറിൽ വരണ വരേക്ക് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതൊരു ലിക്വിഡ് ഫോമിലാണല്ലോ. അപ്പോൾ ഇതൊരു ക്രീമി കോഫി മിക്സ് ആയി വരും. അപ്പോൾ ആ ഒരു ക്രീമി ആവണ വരേക്ക് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിത് വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ബീറ്റർ വെച്ചിട്ടോ ഒക്കെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്ററൊക്കെ ആണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം. പക്ഷെ നമുക്ക് സ്പൂണ് വെച്ചിട്ടൊന്ന് തയ്യാറാക്കാം. നമുക്ക് കുറച്ച് സമയം പിടിക്കുന്നുള്ളൂ. അപ്പോൾ ഒരു ഏകദേശം എനിക്കൊരു 10 മിനിറ്റൊക്കെ വേണ്ടി വന്നു ഇതൊരു ആ ക്രീമി കളറാവാൻ. അപ്പോൾ എന്നാലും നമുക്ക് ആ ഒരു കറക്റ്റ് ടെക്സ്ചറിൽ നമുക്ക് സ്പൂണ് വെച്ചിട്ടും നമുക്ക് ആ ഒരു ക്രീമി കോഫി മിക്സ് തയ്യാറാക്കാൻ പറ്റും. ഇപ്പോൾ ഇതാ കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്തപ്പോഴേക്കും ഇതിൻ്റെ ആ നല്ല ഡാർക്ക് കളർ ഒന്ന് മാറിയിട്ട് കുറച്ചൊരു ലൈറ്റ് കളറിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം കൂടിയൊക്കെ മിക്സ് ചെയ്യുമ്പോഴേക്കും നമുക്കിതാ കുറച്ചും കൂടി ഒരു ലൈറ്റ് കളറായിട്ട് മാറും. ഇപ്പോഴും ഇതൊരു ലിക്വിഡ് ഫോമിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ ആ കളറൊന്ന് നല്ലൊരു ക്രീമി കളറാവണം. അപ്പോൾ അതുവരേക്ക് നമുക്കിത് മിക്സ് ചെയ്യിക്കാം. അപ്പോൾ കുറേ മിക്സ് ചെയ്യുമ്പോഴേക്കും ഇതിൻ്റെ കളറൊക്കെ കണ്ടോ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ആ ഡാർക്ക് കളറൊക്കെ ഒന്ന് മാറി കുറച്ചും കൂടി ഒരു ലൈറ്റ് കളറായി വന്നിട്ടുണ്ട്. ആ കുറച്ചും കൂടി ആ ലിക്വിഡ് ഒന്ന് ചെറുതായി മാറി വന്നിട്ടുണ്ട്. കുറച്ചൊരു ക്രീമി ആ ഒരു രൂപത്തിൽ വന്നിട്ടുണ്ട്. ഇത് കുറച്ച് നേരം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. ആ ഒരു മിക്സ് ചെയ്യേണ്ട ഒരു പണി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു ക്രീമി ഈ കോഫി മിക്സ് എന്ന് പറയുന്നത് നല്ലൊരു ക്രീമി നല്ലൊരു ടേസ്റ്റുള്ള ഒരു കോഫി മിക്സും കൂടിയാണിത് കേട്ടോ. അപ്പോൾ അത് വീണ്ടും കണ്ട അതിൻ്റെ കളറൊക്കെ ഒന്ന് ലൈറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് കുറച്ചും കൂടി ഒന്ന് മിക്സ് ചെയ്യുമ്പോഴേക്കും ഇതിൻ്റെ കളർ ഒന്നും കൂടി ലൈറ്റ് ആവും. ആ നല്ലൊരു ലൈറ്റ് കളർ വരണം. അപ്പോൾ അതുവരേക്ക് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഒരു 2 സെക്കൻഡും കൂടിയൊക്കെ ഒന്ന് മിക്സ് ചെയ്യുമ്പോഴേക്കും ആ കറക്റ്റ് ലൈറ്റ് കളറാവും. അപ്പോൾ അതുവരേക്കും നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് നല്ലവണ്ണം മാറി ഇതാണ് കറക്റ്റ് ഒരു കളർ. ഈ ഒരു ലൈറ്റ് കളർ വരണ വരേക്കും നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതാണ് കറക്റ്റ് ആ ഒരു കളർ. ഇപ്പോൾ നല്ലൊരു ക്രീമി ആയിട്ടുള്ള ഒരു കോഫി മിക്സ് നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് പാൽ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു പാൽ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു 2 ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ആദ്യം നമുക്കിതിലേക്ക് നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ടെങ്കിൽ അതിലേക്കുള്ള കോഫി മിക്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2ലേക്ക് ഞാൻ ഓരോ സ്പൂൺ കോഫി മിക്സ് ആദ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ച പാലൊന്ന് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ 2ലേക്ക് നമ്മൾ പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് വീണ്ടും ആ കോഫി മിക്സ് ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ട് അതിനനുസരിച്ചുള്ള കോഫി മിക്സ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 2ലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള കോഫി മിക്സ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞു. ഫുള്ളായിട്ട് നമുക്ക് മൊത്തം വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഇനി നമുക്കിത് കുടിക്കുന്ന സമയത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം കുടിച്ചാൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു കോഫിയാണിത്. അപ്പോൾ ഇതുവരെ ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. കൂടെ തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടണിന് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം.